ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷജൽസ് ക്രോഷേ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു കോസ്റ്റർ കാറ്റ് പോയിൻ്റ് കോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് കോസ്റ്ററായിട്ട് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ഡെക്കറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 100% അക്രിലിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എപ്പോഴും പഫ് സ്റ്റിച്ച് പാറ്റേണിന് നമ്മൾ 100% അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വേറെ പാറ്റേൺസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പാറ്റേൺസ് കാണണമെന്നുണ്ടെങ്കിൽ ഷീസാസ് ക്രോഷേ എന്നുള്ള ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനിക്ക് ഇംഗ്ലീഷിൽ പാറ്റേൺസ് കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് പാറ്റേൺസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോസ്റ്റർ നമുക്കൊരു മാജിക് റിങ് ഇട്ടിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാണിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹുക്കിങ്ങിനെ ഇൻസർട്ട് ചെയ്ത് ഈ യാണിങ്ങനെ പുറത്തെടുത്ത് ഒരു ചെയിൻ ഇടാം. നിങ്ങൾക്ക് മാജിക് റിങ് അതിൻ്റെ ബേസിക് സ്റ്റിച്ചസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ബേസിക് സ്റ്റിച്ചസ് എന്നും പറഞ്ഞ്. അപ്പോൾ അത് റെഫർ ചെയ്താൽ മതി. എന്നിട്ട് ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യാൻ ഓവർ ഇതിൻ്റെ ഉള്ളിലിട്ട് പിന്നെയും എടുക്കുക. 1 2 3 4 5 6 7 8 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യാണിന് തിക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ട. അപ്പോൾ ആ പഫിൻ്റെ ഈ വരുന്ന പഫിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അത്രയും പ്രാവശ്യം നമ്മളിങ്ങനെ യാൺ ഓവർ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ലോക്ക് ചെയ്തു. ആ സ്റ്റിച്ച് ഞാൻ ലോക്ക് ചെയ്തു. ഇനി അതേപോലെ തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെയിം അതുപോലെ തന്നെ 8 ടൈംസ് 1 2 3 4 5 6 7 and 8 പ്രാവശ്യം ചെയ്തു. ഇനി ഇതിങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയിനൊന്നും ഇടണ്ട ഇൻ ബിറ്റ്വീൻ. എന്നിട്ട് അതേപോലെ തന്നെ ഈ 2 യാണ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ബിക്കോസ് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി പോകും. അതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 8 സ്റ്റിച്ചസ് വേണം. ഇപ്പോൾ 2 എണ്ണമായി. ഇനി നമുക്ക് 6 എണ്ണം കൂടി ഇതിനകത്ത് തന്നെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കണം. 1 2 ഇവിടെ ഇപ്പോൾ 8 പഫ് സ്റ്റിച്ചസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ യാണിങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെൻറ്റർ പോയിൻറ്റ് ക്ലോസ് ആയി കിട്ടും. കുറച്ചും കൂടി ടൈറ്റായിട്ട് പുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പഫ് സ്റ്റിച്ച് ഇവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ നമുക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞു. എന്നിട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഈ യാണിങ്ങനെ സ്നിപ്പ് ഓഫ് ചെയ്യാം. ബിക്കോസ് സെക്കൻഡ് റൗണ്ട് നമ്മൾ വേറെ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാനായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഈ ഒരു യാൺ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ 2 യാണും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ഇട്ടതിന് ശേഷം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ സെയിം ഇവിടുത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ പഫ് സ്റ്റിച്ച് ഇടാം. നമുക്ക് 2 3 4 5 6 7 8. അതിനുശേഷം സെയിം സ്പേസിൽ തന്നെ ഒരു പഫ് സ്റ്റിച്ചും കൂടി 1 2 3 4 5 6 7 8. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്പേസിൽ അതേപോലെ തന്നെ ഈ ഒരു ഇൻ ബിറ്റ്വീൻ 2 പഫ് സ്റ്റിച്ചസ് ഇവിടെ ഇട്ടതുപോലെ തന്നെ 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ക്ലോസ് ചെയ്ത് ഇതേപോലെ തന്നെ ഓരോ സ്പേസിലും 2 പഫ് സ്റ്റിച്ചസ് ഇട്ട് അറ്റം വരെ നമുക്ക് ചെയ്തെടുക്കാം.
ഇവിടെ ഞാൻ ഇപ്പോൾ ഓരോ സ്പേസിലും 2 പഫ് സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യത്തെ റോൾ എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്കിതിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു ചെയിനും കൂടി ഇട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കളർ വൈറ്റ് കളർ തന്നെ എടുത്തിട്ട് അഗെയിൻ നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് ഇൻസേർട്ട് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ 2 പഫ് സ്റ്റിച്ചസും ഉള്ളതിൻ്റെ ഇടയ്ക്കല്ല, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളതിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ. അതിനുശേഷം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കിപ്പോൾ 2 പഫ് സ്റ്റിച്ചസ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഞാനിങ്ങനെ പുള്ളി ചെയ്യാം. 1 2 3 4 5 6 7 8 ലോക്ക് ചെയ്ത് അഗെയിൻ സെയിം സ്പേസിൽ തന്നെ 1 2 3 4 5 6 7 8 അഗെയിൻ ആ ഒരു സ്പേസിൽ തന്നെ മൂന്നാമത്തതും കൂടി നമുക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിൽ നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷേ. അഗെയിൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം yarn over ഈ ഒരു 2 സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ 3 പഫ് സ്റ്റിച്ചസ് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. Again 1 2 3 4 5 6 7 8. നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷേ. അഗെയിൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. then ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ. ഇപ്പോൾ നമുക്ക് 3 ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു നെക്സ്റ്റ് സ്പേസിലും കൂടി ഒരു 1 more ക്ലസ്റ്റർ. ഇപ്പോൾ 3 ഇത് 4ാമത്തെ സെറ്റ് ഉണ്ട്. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ.
ചെയിൻ 1 നമുക്കിനി ഇത് സ്നിപ്പ് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ 3 റോസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെയിം ബ്ലൂ കളർ എടുത്തിട്ട് നെക്സ്റ്റ് റോ ചെയ്യാം. ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ ഇടാം നമുക്ക്. അതിനുശേഷം ഒരു ചെയിനും കൂടി ഇട്ടിട്ട് ഈ ഒരു ഫസ്റ്റ് ഇവിടെ ഈ പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിലൊരു ചെയിനുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അതിന് മുമ്പുള്ള സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ഈ പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 2 സിംഗിൾ ക്രോഷേസ് ഒരേ സ്പേസിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഈ പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ 2 സിംഗിൾ ക്രോഷേസ് 1 2. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്, ഇതിലും 2 സിംഗിൾ ക്രോഷേ 1 2. പിന്നെ ഈ പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കുറച്ച് നീളത്തിൽ ഒരു സിംഗിൾ ക്രോഷേ. പിന്നെ ഈ കാണുന്ന സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഉള്ള സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഈ ഉള്ള സ്പേസിൽ 2 സിംഗിൾ ക്രോഷേസ്, പിന്നെ അടുത്തുള്ള പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ 2 സിംഗിൾ ക്രോഷേസ് 1 and 2. പിന്നെ നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ആ ഒരു സ്പേസിൽ തന്നെ. നെക്സ്റ്റ് ഈ ടോപ്പിൽ ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് വൺ ഈ ഒരു സ്പേസിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇതേപോലെ തന്നെ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്തെടുക്കണം. ഇതിൽ ഫസ്റ്റിലൊരു സ്പേസ് ഉണ്ട്, അതിലൊരു സിംഗിൾ ക്രോഷേ, ഈ പഫ് സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷേ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ 2 സിംഗിൾ ക്രോഷേസ് 1 2. പിന്നെ ഈ പഫ് സ്റ്റിച്ചിൻ്റെ മുകളിൽ 2 സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ 2 സിംഗിൾ ക്രോഷേ. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ പഫ് സ്റ്റിച്ച് ഉണ്ട്, അതിൻ്റെ പുറത്തൊരു സിംഗിൾ ക്രോഷേ, ലാസ്റ്റത്തിൽ ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ, അഗെയിൻ ഇതിലൊരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിലൊരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഉള്ള സ്പേസിൽ 2 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് പഫ് സ്റ്റിച്ചിൻ്റെ മുകളിൽ 2 സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞുള്ള സ്പേസിൽ 2 സിംഗിൾ ക്രോഷേസ്, പിന്നെ ഉള്ളതിൽ ഒരെണ്ണം, പിന്നെ ലാസ്റ്റ് ഒരെണ്ണം, ഇതിനകത്ത് ഒരെണ്ണം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളതിൽ ഇതിങ്ങനെ യാണിങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഉള്ളിൽ പൊക്കോളും. ഇതിലൊരു സിംഗിൾ ക്രോഷേ 1, നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ 2, ഇതിൻ്റെ ടോപ്പിലൊരു സിംഗിൾ ക്രോഷേ 3, നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ 4. ഇനി അടുത്തുള്ള പഫ് സ്റ്റിച്ചിൻ്റെ പുറത്തുള്ളതിൽ 1 2 ഇൻക്രീസാണ് ചെയ്തത്, അത് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ 1, പിന്നെ ഇതിൻ്റെ പുറത്ത് 2 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഉള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഉള്ള സ്പേസിൽ 2 സിംഗിൾ ക്രോഷേ, 1 സ്പേസ് അല്ല, പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ 2 സിംഗിൾ ക്രോഷേ, പിന്നെ ഈ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഇതിൻ്റെ ടോപ്പിൽ 2 സിംഗിൾ ക്രോഷേ 1 2. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞപ്പോൾ 4 സിംഗിൾ ക്രോഷേസ് ഇട്ടു. ഇനി നമുക്കിവിടെ 1 2 3 4 4 സിംഗിൾ ക്രോഷേ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ഇൻക്രീസ് നമുക്ക് ഓരോന്നിൻ്റെ പുറത്തും ഓരോ സിംഗിൾ ക്രോഷേ 1 2 3, പിന്നെ ഇതിൻ്റെ പുറത്ത് 4ാമത്തെ. അതിനുശേഷം ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു ചെയിൻ ഇട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റർ റെഡിയായി. എന്നിട്ട് ഈ എക്സസ് ആയിട്ടുള്ള യാഞ്ച് നമുക്ക് നീഡിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഹൈഡ് ചെയ്യാം. കുറച്ചും കൂടി ടൈറ്റാക്കി വലിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്താൽ മതി.